ഹേ ഓൾ, ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആണ്. ബിക്കോസ് ഞാനിതൊരു സോഷ്യൽ മീഡിയയിൽ വേണ്ടിയിട്ടൊരു വീഡിയോനെക്കാട്ടിലും ഒരു ജേണൽ പോലെയാണ്, ഒരു വീഡിയോ ജേണൽ പോലെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു കട്ട് ഔട്ട് മച്ച് ജസ്റ്റ് ഫോർ ദ എസ്തെറ്റിക് ഓഫ് ദ വീഡിയോ. സോ ഞാൻ രാവിലെ പുറത്ത് പോയി, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഒരിടത്ത് കയറിയിട്ട് ഒരു യോഗേർട്ട് ബൗളാണ് പറഞ്ഞത്. രാവിലെ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചു, ബിക്കോസ് അത് കഴിയുമ്പോൾ ഹെൽത്തി ആവില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. സോ ഇറ്റ് ഈസ് ഗുഡ്. രാവിലെ ആ ഒരു ഫ്രഷ്നെസ് അത് കഴിക്കാൻ നല്ലതായിരുന്നു. അത് അതിൻ്റെ ഒരു മൊത്തത്തിലൊരു ലുക്കും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. സോ അതൊരു ഗ്ലാസ് ബൗളിലൊക്കെയാണ് തന്നത്, ജാറിൽ. അത് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറ്റി, ബിക്കോസ് പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പം മാക്സിമം കുറച്ച് AC ഉള്ള സ്ഥലത്തിരിക്കാൻ പറ്റിയ കുറച്ച് നേരം അവിടെ ഞാൻ ഇരിക്കും. ഓക്കെ, പിന്നെ അതുവഴി വന്നപ്പോൾ ഈ ഒരു അമ്പലം കണ്ടു. അപ്പം ഇവിടത്തേക്ക് തമിഴ്നാട് ഒക്കെ പോകുമ്പോൾ ഈ ഒരു രീതിയിലൊരു അമ്പലം കണ്ടപ്പം മനസ്സിലൊരു എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം കണ്ടപ്പോൾ ഉള്ളൊരു സമാധാനം. ഓക്കെ, അപ്പോൾ അത് കുറച്ച് നേരം എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്നു. കുറേ നേരം കൂടെ ഒക്കെ നിൽക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചൂട് കാരണം നിൽക്കാൻ പറ്റില്ല. നല്ല ചൂടാണ് അവിടെ. ഞാൻ കുറച്ച് നേരത്തെയാണ് എഴുന്നേറ്റത്, ചൂട് കുറവായിരിക്കും വിചാരിച്ചു. എന്നിട്ട് പോലും ഭയങ്കര ചൂടാണ്. നമുക്കിങ്ങനെ ദേഹത്തൊക്കെ കൊള്ളണ പോലെ തോന്നുന്നു, അത്രയും ചൂടാണ്. ഞാൻ അവിടെ നിന്ന് നോക്കിയിട്ട് വന്നപ്പോൾ, ഇന്ത്യയിൽ നിന്ന് നോക്കിയിട്ട് വന്നപ്പോൾ ഇവിടെ മഴയാണെന്നാണ് കണ്ടത്. ഞാൻ റെയിൻ കോട്ടൊക്കെയാണ് ആയിട്ടാണ് വന്നത്. ബട്ട് ദെൻ ഇവിടെ വന്നപ്പം കൂടുതൽ സമയം ചൂടായിരുന്നു. പിന്നെ ഞാൻ നടന്നു പോയപ്പോൾ ഇങ്ങനൊരു കട കണ്ടത്, അടച്ചിട്ടിരുന്നതാണ്. നമ്മളിവിടെ കണ്ടിട്ടില്ലാത്ത അവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നൈസ് ടു ലുക്ക് അറ്റ്. പിന്നെ ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഈ ഒരു സാധനം കണ്ടു, ഈ ഒരു ബിൽഡിങ്, അതിൻ്റെ വാതിലും ജനലും ഒക്കെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഒരു റോയൽ ലുക്കുള്ള സംഭവം. ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് മനസ്സിലായത് മ്യൂസിയമാണ്. അപ്പം അതിൻ്റെ അറ്റത്തെത്തിയപ്പോഴത്തേക്കും ആ മ്യൂസിയം നോക്കി നടത്തുന്ന ഒരു വുമൺ അവർ എന്നെ വിളിച്ചു അകത്തേക്ക്. അപ്പോൾ ചാർജ് നോക്കിയപ്പോൾ നല്ല ചാർജുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കിതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്, അങ്ങനെ മ്യൂസിയം ആ ഒരു സാധനത്തിലോട്ട്. അപ്പോൾ അവർ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ രജിസ്റ്ററൊക്കെ എടുത്ത് കാണിച്ചു തന്നു, ഇന്ത്യയിൽ നിന്ന് ഇത്ര പേര് വരണമെന്നൊക്കെ. പിന്നെ വരാമെന്ന് പറഞ്ഞ് വന്നു. പിന്നെ ഇത് നോക്കിയാണ് ഞാൻ വന്നത്. അംബ്രല്ല സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു, നെറ്റിൽ കണ്ടതാണ്. സോ നടന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്ക്, ഭയങ്കര തിരക്കായിരുന്നു. ടൂറിസ്റ്റ് ഏരിയയുമാണ്. പിന്നെ ഇപ്പോൾ അതിനുള്ള ടൈമും ആയിരിക്കണം, എനിക്കറിയില്ല. ബട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ വെരി ബാഡ് ലൈക്ക് വ്ളോഗർ ബിക്കോസ് എനിക്കിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓരോരുത്തരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതെന്ന് ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി ആലോചിക്കുകയായിരുന്നു. ബിക്കോസ് ഞാനിങ്ങനെ വീഡിയോയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നടക്കുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും മൂക്കുകുത്തി വീഴും. സോ അതുകൊണ്ട് ഞാൻ നടക്കുന്നതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ബാക്കിയുള്ള വീഡിയോ മതി എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ഈ ഒരു സ്ഥലവും ഒരു സെൻറ്റർ പോലൊരു സ്ഥലം, അതും ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നതാണ്. ഇവിടെ മൊത്തം മറ്റേ സൈക്കിൾ റിക്ഷ പോലത്തെ സംഭവമുണ്ട്. അതിനകത്തേക്ക് ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു, എല്ലാ സ്ഥലവും കൊണ്ടുപോയി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നടക്കാം എന്ന് തന്നെ വിചാരിച്ചു. ഇത് കുഞ്ഞു കുഞ്ഞു വാട്ടർ കളർ പെയിൻറ്റിങ്സാണ് ഇവിടുത്തെ ഒരു സംഭവമായിട്ട് നമുക്ക് കൊണ്ടുപോകാം, ഒരു ഓർമ്മയ്ക്ക് സോവനിയറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ടൂറിസ്റ്റ് ഏരിയ ആയിരുന്നവർക്ക് നല്ല വിലയുണ്ട്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായാലും നല്ല വിലയുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡിൻ്റെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്, അവരൊക്കെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡ്യൂരിയൻ സീസണാണ്, അപ്പോൾ അതിൻ്റെ കച്ചവടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണാം. ഞാൻ ഡ്യൂരിയനെ കുറിച്ച് മുന്നേ കേട്ടിട്ടുണ്ട്, എന്തോ ലൈക്ക് ചിലർക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ. ഞാൻ വെറുതെ റിസ്ക് എടുക്കാൻ നിന്നില്ല. പിന്നെ ഇങ്ങനെ നടന്ന് പോയി ഇത് ഈ ഒരു സെൻറ്റർ പോലെ ഒരു സ്ഥലത്ത് വന്നു. ഒത്തിരി ജംഗ്ഷൻസ് ഉണ്ട്. എനിക്ക് വഴിയും ഡിറക്ഷൻ തീരെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇനി വന്ന സ്ഥലത്ത് തന്നെയാണോ പിന്നെയും വന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഇവിടെയാണെങ്കിൽ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തൊക്കെ അങ്ങനെ ഭയങ്കര റോയൽ രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടൊക്കെ കുറേ നടക്കുന്നുണ്ടായിരുന്നു. ദ സ്ട്രീറ്റ് ഈസ് വെരി ഗുഡ്, ലൈക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ചൂടിൻ്റെ ആധിക്യം കാരണം ഒരു കുഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ചത്, ഒരു പോപ്സിക്കിൾ വാങ്ങിച്ച് തന്നിട്ട് റൂമിൽ വന്നു. അവിടെ ഞാൻ കുറച്ച് സ്നാക്സ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ഞാൻ എഗ് റൈസ് നൂഡിൽസ് മേടിച്ചിട്ട് വന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ലുക്ക്ഡ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ് ഓൾസോ. ബട്ട് ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലുമാണ് ഫുഡ് കളയാനുള്ള മടി കൊണ്ട് തിന്ന് തീർത്തത്. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ്, ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട്
ചോപ്സ്റ്റിക്ക് കഴിക്കാൻ പഠിച്ചു, യൂസ് ചെയ്യാൻ പഠിച്ചു. ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് കഴിക്കാൻ പഠിച്ചു. ഞാൻ ഗൂഗിളൊക്കെ നോക്കിയിട്ടാണ് പഠിച്ചത്. ബിക്കോസ് സ്പൂൺ തന്നത് വളരെ ചെറുതായിരുന്നു. അപ്പം നെസസിറ്റി കൊണ്ട് ഞാനത് പഠിച്ചു. ഇറ്റ് വാസ് എ ന്യൂ തിങ്, സോ ഇറ്റ് ഫെൽറ്റ് ഗുഡ്. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. ബിക്കോസ് ആ ചൂടത്ത് എനിക്ക് വെളിയിൽ ഇറങ്ങാനേ പറ്റില്ലായിരുന്നു. ഐ തോട്ട് ഓക്കെ ഒരു 4:30-5 മണിയൊക്കെ ആയി. അല്ല, ഞാനും മുന്നേ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 3 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ ഒരു വലിയ മഴ പെയ്തു. അപ്പോൾ ഞാൻ ഇന്നത്തെ പ്ലാനൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു മണിക്കൂർ എന്തോ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ജനലിൽ നോക്കിയപ്പോഴത്തേക്കും വീണ്ടും പഴയപടി വെയിൽ. അപ്പോൾ ഐ തോട്ട് ഓക്കെ എന്നാൽ പിന്നെ വെളിയിലിറങ്ങാം. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ആറിക്കാണെന്ന് വെച്ചാൽ ഞാൻ 4:30-5 മണിക്ക് എന്തോ ആണ് ഇറങ്ങിയത്. പക്ഷേ അപ്പോഴും അതേപോലെ വെയിലായിരുന്നു, നല്ല വെയിൽ. ഇതേ വെള്ളമൊക്കെ കിടക്കുന്നുണ്ടല്ലേ, മഴ പെയ്തതിൻ്റെയാണ്. പക്ഷെ കുറേയൊക്കെ അപ്പോഴും ഉണങ്ങി, അത്രയ്ക്ക് വെയിലാണ്. പിന്നെ ഞാൻ വൈകിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും രാവിലെ ഇറങ്ങിയ പോലെയല്ല, ആൾ ഭയങ്കരമായിട്ട് കൂടുതലാണ്. റോഡ് മൊത്തം ടൂറിസ്റ്റുകളാണ് കൂടുതൽ. സോ ഞാനെന്തോ ചൂ ജെട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് നെറ്റിൽ കണ്ടിട്ട് അങ്ങനെ നടന്ന് ഒരു വല്ലാത്ത നടത്തമായിരുന്നു. നടന്ന് അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്ക്. ടു ബി ഹോണസ്റ്റ്, എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല സ്ഥലം. ബട്ട് ദെൻ ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നടക്കാൻ ഒരുപാടുണ്ടായിരുന്നു. നടന്ന് അവിടെ ഒരു അമ്പലം പോലെയൊക്കെ ഉണ്ട്. എന്നിട്ട് നടന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും കുറേ അവിടെ കടകളാണ് പ്രധാനം. ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ തന്നെയാണ്. കുറേ രണ്ട് സൈഡിലുമായിട്ട് സോനീസ് ഉള്ള കടകൾ. പിന്നെ ഐസ്ക്രീംസ് ഇനി വാങ്ങിക്കാതിരിക്കാൻ വളരെ കഷ്ടപ്പെട്ട് ഞാൻ കൺട്രോൾ ചെയ്യേണ്ടി വന്നു എന്നെ തന്നെ. പിന്നെ നടന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ ഫുള്ള് തടിയാണ്. തറ മൊത്തം തടിയിലാണ് പണിതിരിക്കുന്നത്. അപ്പം അതിലേക്കൂടെ നടന്ന് ഇഷ്ടം പോലെ ആൾക്കാരാണ്. എന്നുവെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ട് നിൽക്കാൻ പാടില്ലാത്ത അത്രയും ആൾക്കാരാണ്. അങ്ങനെ ഞാൻ വളരെ സൂക്ഷിച്ച് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് വരുന്നു ആൾക്കാർ. സ്കൂട്ടറോ ബൈക്കോ എന്തൊക്കെയോ, അത്രയും കഷ്ടപ്പെട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ സ്കൂട്ടറോ ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നടന്ന് പോയി. കുറേ കടകൾ കണ്ടു, ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരുടെ കയ്യിൽ ഐസ്ക്രീം ഇരിക്കുന്നു. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തു. പിന്നെ ഞാൻ എന്നെ തന്നെ പ്രോമിസ് ചെയ്തു, പിന്നെ ഒരു ഐസ്ക്രീം ഇപ്പോൾ വാങ്ങിക്കേണ്ടതാണ്. പക്ഷേ അത്രയും ചൂടും കാരണമാണ് നമുക്ക് അത്രയും ഒരു കഴിക്കണം എന്ന് തോന്നുക. ഞാൻ പിന്നെ താമസിക്കുന്നിടത്ത് നിന്ന് തണുത്ത വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നടന്ന് അറ്റത്തെത്തുമ്പോൾ ഇതാണ് കാണാൻ പറ്റുക, വെള്ളം. ഒരു റിലീഫ് കിട്ടും അറ്റത്തെത്തുമ്പോൾ. ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഓപ്പൺ സ്പേസ് കാണുമ്പോഴത്തേക്കും. അങ്ങനെ അവിടെ എത്തി. അവിടെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, കുറച്ച് സ്ഥലം. ആരെങ്കിലും എഴുന്നേൽക്കുമ്പോൾ ഇരുന്നോണം അങ്ങനെ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചു. അവിടെ ഇരുന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും എൻ്റെ അടുത്തൊരു 5-6 ഇയേഴ്സ് ഉള്ളൊരു പെൺകുട്ടി വന്നിരുന്നു, അവരച്ഛനും അമ്മയായിട്ട്. അപ്പം ഇവരെല്ലാവരുടെ കയ്യിലും ഒരു കുട്ടി ഫാനുണ്ട്, ലൈക്ക് ചൂട് കാരണം മിക്കവരുടെ കയ്യിൽ. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി എനിക്കും കൂടി ഫാനൊക്കെ കാണിച്ചു എൻ്റെ മുഖത്തേക്കും കൂടെ വെച്ചത് എനിക്കൂടെ കാട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഐ ഫെൽറ്റ് ലൈക്ക് എനിക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒരു സൈൻ പോലെ തോന്നി, നിലുവായിരിക്കും എന്ന്. അങ്ങനെ ദാറ്റ് ഫെൽറ്റ് സ്പെഷ്യൽ. പിന്നെ ഞാൻ തിരിച്ചു നടന്നപ്പോൾ അത്യാവശ്യം സമാധാനം ഉണ്ടായിരുന്നു. ബിക്കോസ് ആൾ നന്നായിട്ട് കുറഞ്ഞു. അവിടെ 6 മണി വരെ ഉള്ളൂ. അപ്പോൾ ആൾ നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ സമാധാനത്തിൽ തിരിച്ച് നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ടൗൺ സെൻറ്റർ പോലെ ഒരു സ്ഥലം അവിടെ ഒരു 1 കിലോമീറ്റർ അപ്പുറത്തുണ്ടെന്ന് ഗൂഗിളിൽ കാണിച്ചു. എന്നാൽ പിന്നെ അങ്ങോട്ടും കൂടെ ഇതുവരെ നടന്നതല്ലെന്ന് വിചാരിച്ചാൽ അവിടെയും കൂടെ പോയിട്ട് കാണിച്ചു. അവിടെയും വരെ നടന്നു. ഈ ഒരു ബിൽഡിങ്ങും അതിന് ചുറ്റിനുള്ള ബിൽഡിങ്സും അത് തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ കുറച്ചും കൂടി നടക്കണം. പിന്നെയും കടൽ കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടം വരെ നടക്കാനുള്ള ശേഷിയില്ലായിരുന്നു. ബിക്കോസ് തിരിച്ചും പോകണമല്ലോ. ഈ ബിൽഡിങ്സൊക്കെ കണ്ട് പിന്നെ അവിടെയും കുറച്ചിരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. സോ അവിടെ കുറച്ച് നേരം ഞാൻ സമാധാനമായിട്ട് ഇരുന്നിട്ട് കാലൊക്കെ അപ്പോഴത്തേക്കും വേദന എടുത്ത് തുടങ്ങി. അപ്പോൾ ഇരുന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായിട്ട് ഇരുന്നിട്ട് പിന്നെ നടക്കാൻ തുടങ്ങി. ഇപ്പോഴും വെയിൽ താന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നല്ല ചൂടാണ്. എനിക്കൊന്ന് 6:30 മണിയെന്തോ ആയി ഈ സമയപ്പോഴത്തേക്ക്. ഇപ്പോഴും നല്ല വെയിലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ഞാൻ നടന്ന് പോയിട്ട് അവിടെ 7-Eleven ഉണ്ട്. അവിടെ ചെന്നിട്ട് ഞാനൊരു സോഫ്റ്റ് സെർവ് വാങ്ങിച്ചു. ഗ്രേപ്പിൻ്റെ ഫ്ലേവറാണ്. ഇറ്റ് വാസ് നൈസ് ബിക്കോസ് മധുരം അധികം ഇല്ലായിരുന്നു. ആ ഒരു സോർനെസ് ആയിരുന്നു കൂടുതൽ. പിന്നെ ഞാൻ നടന്നപ്പോൾ ഇത് കണ്ടു. ഇവിടെ ആണെങ്കിൽ തമിഴ് പാട്ടൊക്കെ ഇട്ട്, തമിഴ് ഏരിയ ആണെന്ന് തോന്നുന്നു. അവരുടെ തുണിക്കട, പിന്നെ എന്താ പറയുക, ഒരു സൂപ്പർ മാർക്കറ്റ്, നമ്മളിവിടെ പോലെ സവാള പച്ചക്കറിയൊക്കെ വെളിയിൽ വെച്ചിരിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ്, പിന്നെ ഒരു റെസ്റ്റോറൻറ്റും കണ്ടു. എനിക്കത് ഇഷ്ടപ്പെട്ടു, ലൈക്ക് നമ്മുടെ ഒരു സ്ഥലം പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട്
ഇതൊരു നല്ല വ്യൂ ആയിരുന്നു. അങ്ങ് ദൂരെ മൗണ്ടൻസും സൺസെറ്റും. ഇപ്പോൾ 7 മണി കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ സൺസെറ്റ്. അതൊരു നല്ലൊരു വ്യൂ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കടയിൽ കയറി ഒരു ഫ്രൈഡ് ചിക്കനും മേടിച്ചു. വേറെ ഒന്നും ട്രൈ ചെയ്യാനുള്ളൊരു ഒരു എന്താ പറയുക, ഒരു മനസ്സുഖം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു ഫ്രൈഡ് ചിക്കനും മേടിച്ചിട്ട് ദേ ഒരു സൺസെറ്റും കണ്ടു. സൺസെറ്റ് വാസ് നൈസ്. ആക്ച്വലി ഈ സമയത്ത് വേണമായിരുന്നു എന്ന് തോന്നുന്നു പുറത്തിറങ്ങേണ്ടത്. അപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ചു. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ വിശന്നപ്പോൾ അതും എടുത്ത് കഴിച്ചു. ഇന്നത്തെ ദിവസം